ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ഡെസ്റ്റിനേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാട്നാക്ലാമിലാണ്, ഗാർമിഷിൽ പാട്നാക്ലാമിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഞാനിന്ന് ഡിസംബർ 24 ക്രിസ്മസിൻ്റെ അന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ കാണാനൊന്നുമില്ല. ഏതായാലും ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കൂടെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നവർ മാത്രം അല്ലാണ്ട് വേറെ ആരുമില്ല. അതിൽ രാവിലെ 8 മണിയാണ്. ഞാൻ അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കാം. എന്തായാലും ഫുൾ വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേസ് നമ്മളിന്ന് രാവിലെ തന്നെ അവിടുന്ന് റെഗൻസ്ബർഗിൽ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു. അപ്പോൾ അത് മ്യൂണിക്ക് വഴിയാണ് നമ്മൾ ഗാർമിഷിലേക്ക് പോകുന്നത്. അപ്പം മ്യൂണിക്കിൽ നിന്ന് ഗാർമിഷിലേക്ക് ഒരു ഓട്ടോ വാൻ ഉണ്ട്. അപ്പോൾ അതിലേ വന്ന് നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറി ഗാർമിഷിന് അടുത്തെത്താറായപ്പോഴാണ് ഇങ്ങനെ മഞ്ഞ് വീഴാൻ തുടങ്ങിയത്. നല്ല മഞ്ഞാണ്, നമ്മൾ വിൻ്റർ ടയേഴ്സാണ് കിടക്കുന്നത്. അത് കാരണം സ്ലിപ്പ് ചെയ്യുന്നൊന്നുമില്ല, വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളിത് ബേസിക്കലി പാട്നാക്ലാമിലേക്കുള്ള ഒരു വഴിയിലിടയ്ക്ക് ഐപ്സിയിലേക്കുള്ള ഒരു ട്രെയിനിൻ്റെ പാത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഐപ്സി സൂക്സ്പിറ്റ്സിലെ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ട്രാക്കാണ് ഇപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ നല്ല ഭംഗിയാട്ടോ, ഡയറക്റ്റ്ലി കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൽ വലിയ തിരക്കൊന്നും ഇന്ന് കാണുന്നില്ല. ഡിസംബർ 24 ആയതുകൊണ്ടായിരിക്കാം, എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ പാട്നാക്ലാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അടിപൊളിയാണ് കേട്ടോ. നല്ല തിക്ക് സ്നോ ആണുള്ളത്, അത്യാവശ്യം നല്ല തിക്ക് സ്നോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ എൻട്രൻസിലെത്താറായി. ഇവിടെയൊക്കെ വണ്ടികൾ മഞ്ഞ് മൂടിയതാണ്, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എത്ര കഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും നമ്മൾ വന്ന വണ്ടി നമ്മൾ അപ്പുറത്തൊരു പാർക്ക് പ്ലാസിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഈ സ്ഥിതി എന്താണെന്നറിയില്ല തിരിച്ചു ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് പാട്നാക്ലാമിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. എൻ്റെ മൊബൈലിൻ്റെ വോയിസ് ഡിറ്റക്റ്റ് ആവുന്നില്ല. ഞാൻ റെക്കോർഡെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വോയിസ് ഡിറ്റക്റ്റ് ആവാത്തതുകൊണ്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ഈ കൗണ്ടറിൽ ചെന്ന് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പാട്നാക്ലാമിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പാട്നാക്ലാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ നമ്മൾ നേരെ നടക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. സൂപ്പർ വ്യൂ, നല്ല തണുപ്പുണ്ടേ, കൈയൊക്കെ മറിച്ച് ആകെ എന്തോ കോലത്തിലായി. അപ്പോൾ ഗൈസ്, നമ്മൾ പുറകെ കാണുന്നതാണ് പാട്നാക്ലാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഈ ഗുഹയിൽ കൂടി കയറി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് പാട്നാക്ലാമിൽ കയറി വരാം. ഓക്കെ, അപ്പോൾ നേരെ നടക്കാം. പാട്നാക്ലാമിലെ ഗുഹയ്ക്കകത്തേക്ക് നമ്മൾ കയറുവാണ്. ഇനി അങ്ങോട്ട് കുറേ ഗുഹകളൊക്കെയാണ് ഇങ്ങനെ. ചെന്നി വീഴാനുള്ള എല്ലാ സാധ്യതയുള്ള വഴികളാണ്. നമ്മളിപ്പം ഫസ്റ്റ് ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കാണുന്ന വ്യൂ കണ്ടോ? ഇപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. സൈഡിൽ ചെറുതായിട്ട് ആ തോട് ഒഴുകുന്നുണ്ട്. തോട് അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു തോടാണ്. വളരെ ക്ലീൻ വാട്ടറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ കുറേ ഗുഹകൾ അകത്തേക്ക് കയറി പോകാനുണ്ട്, ഗുഹയ്ക്കകത്തൂടെ പോകാനുണ്ട്, അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാനുണ്ട്. ഇപ്പോൾ വേണ്ടേ, ഓരോ കേർവിലും നല്ല സൂപ്പർ വ്യൂ, എല്ലാം വ്യത്യസ്തമായ വ്യൂ ആണ് ഇവിടെയുള്ളത്. എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല സൗണ്ടാണ് ഇവിടുന്ന് വരുന്നത്. ഇപ്പം എനിക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ കേൾക്കാൻ പറ്റില്ല. ആൻഡ് ഈ പാറയുടെ അടിയിലുള്ള ഭാഗങ്ങളിൽ സ്ലിപ്പാവുന്നില്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല സ്ലിപ്പറി ആണ് കേട്ടോ. ഇവിടെ നമുക്ക് സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഈ പാറയിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കും. അങ്ങ് പീക്ക് സമ്മറിൽ മാത്രമേ കുറച്ചൊക്കെ ഒരു ഇങ്ങനെ വെള്ളം വീഴാത്തൊരു സിറ്റുവേഷൻ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു റെയിൻ കോട്ട് എടുത്തുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നനഞ്ഞാൽ പ്രശ്നമുള്ള മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ, അങ്ങനെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലാത്തതൊക്കെ ആണെങ്കിൽ അത് കുറച്ച് നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന നല്ലതായിരിക്കും. ചില സ്ഥലത്ത് നന്നായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ഇപ്പം പിന്നെ നോക്കണ്ട, കാരണം മഞ്ഞാലായത് കാരണം ഈ മഞ്ഞ് മുഴുവൻ ഉരുകി വീഴുന്നത് കൊണ്ട് പിന്നെ കുറേയൊക്കെ മഞ്ഞ് ഇങ്ങനെ ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ ഐസ് ഫ്രിൽസ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്.
അപ്പൊ ഈ പാട്നാക്ലാമിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്നോ ഭയങ്കരമായിട്ട് കിടക്കുന്ന കാണുകയും ചെയ്യാം. മാത്രമല്ല കുറേ ദൂരേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മളൊരു കേവിലേക്ക് കയറി അകത്ത് ആ കേവിന്റെ അകത്ത് കൂടി പോയി നേരെ ക്ലാമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല സൂപ്പർ വ്യൂ ആണ്. എത്ര കണ്ടാലും മതി വരാത്തൊരു വ്യൂ ആയത്. സാധാരണ സമ്മറിൽ വരുന്ന സമയത്ത് ഇവിടെ വെള്ളമെല്ലാം ഭയങ്കര പച്ച കളറിൽ ഭയങ്കരമായിരിക്കും കേട്ടോ. അത് ലൈറ്റ് അടിച്ച് ഇതാവുന്നതിൻ്റെ. ഇതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഫുള്ള് ഭയങ്കര പച്ച കളറിലായിരിക്കും വെള്ളം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ അല്ലാന്ന് തോന്നുന്നു, അതെല്ലാം അറിയില്ല. ഇത് കഴിഞ്ഞ് നേരെ ഐപ്സിയും പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്ഥിതി എന്താണെന്നുള്ള കാര്യം ചോദിക്കണമെങ്കിൽ അതും അറിയില്ല, പോയി നോക്കാം. അപ്പോൾ നമ്മൾ പാട്നാക്ലാമിൻ്റെ ഫുള്ള് ഇങ്ങേറ്റം വരെ വന്നു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.